ഗംഭീര OTT റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ വന്നിരിക്കുന്നത്. നമ്മൾ കാത്തിരുന്ന പല സിനിമകളും സീരീസുകളും അവയുടെ പുതിയ സീസണുകളൊക്കെ ആയിട്ട് ഹോളിവുഡും ബോളിവുഡും ഒക്കെ അതിലുണ്ട്. അവ ഏതൊക്കെയാണെന്നും ഏത് പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നതെന്നും നമുക്ക് നോക്കി വരാം. ആദ്യത്തേത് മാട്ടി സുപ്രീമാണ്. ജോസഫ് ലിയുടെ സംവിധാനത്തിൽ തിമോത്തി ഷാൽമെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമ. ഇതിഹാസ ടേബിൾ ടെന്നീസ് താരം മാട്ടി റൈസ്മാന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ക്രിട്ടിക്സ് ചോയ്സ് അവാർഡും ഗോൾഡൻ ഗ്ലോബ്സിലൊക്കെ മികച്ച നടനുള്ള അവാർഡ് ഈ സിനിമയ്ക്കായിട്ട് തിമോത്തി സ്വന്തമാക്കിയിരുന്നു. ബെസ്റ്റ് ആക്ടർ മാത്രമല്ല നിരവധി അവാർഡ്സ് ആണ് മാട്ടി സുപ്രീമിനെ തേടിയെത്തിയത്. ഓസ്കാർ നോമിനേഷൻസ് ലഭിച്ചെങ്കിലും പുരസ്കാരം നേടാൻ വേണ്ടി ഈ ചിത്രത്തിന് സാധിച്ചിരുന്നില്ല. അഭിനയം കൊണ്ടും മേക്കിംഗ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഈ സിനിമ ഇപ്പോൾ പ്രൈം വീഡിയോയിൽ ലഭ്യമാണ്. രണ്ടാമത്തേത് വിതറിംഗ് ഹൈറ്റ്സ് ആണ്. എമിലി ബ്രോണ്ടയുടെ ക്ലാസിക് നോവലിന് എമറാൾഡ് ഫെന്നൽ നൽകുന്നൊരു പുത്തൻ ആവിഷ്കാരമാണ് വിതറിംഗ് ഹൈറ്റ്സ് എന്നുള്ളത്. ഇതിഹാസ പ്രണയകഥ പറയുന്ന ഈ ചിത്രത്തിൽ മാർഗോ റോബി കാറ്റിയായും ജേക്കബ് എലോഡി ഹീത്ത് ക്ലിഫായുമാണ് അഭിനയിച്ചിരിക്കുന്നത്. പ്രണയവും വാശിയും ഭ്രാന്തമായ വികാരങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ചിത്രം പ്രൈം വീഡിയോയിലും ആപ്പിൾ ടിവിയിലും സ്ട്രീം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഗാങ്സ് ഓഫ് ഗലീസിയ സീസൺ 2 ആണ്. 7 എപ്പിസോഡ്സുമായിട്ട് വന്ന ആദ്യ സീസണ് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ക്ലാര ലാഗോയുടെയും താമർ നൊവാസിന്റെയും പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 6 എപ്പിസോഡുള്ള രണ്ടാം സീസണിന്റെ റിവ്യൂസ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു. ഈ സ്പാനിഷ് ക്രൈം ത്രില്ലർ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. നാലാമത്തേത് ഈറ്റ് പ്രേ ബാർക്ക് ആണ്. 5 വിചിത്ര സ്വഭാവക്കാരായ ഉടമസ്ഥരും അവരുടെ അനുസരണയില്ലാത്ത 5 നായ്ക്കളും അവരെ പരിശീലിപ്പിക്കാൻ എത്തുന്ന ഒരു ട്രെയിനറും. അലക്സാൻഡ്ര മരിയ ലാളയും റോറി ഗിസ്ലാസിനും പ്രധാന വേഷങ്ങളെത്തുന്ന ഈ ജർമ്മൻ കോമഡി ചിത്രം മനുഷ്യരുടെ അരക്ഷിതാവസ്ഥകളെ നായ്ക്കളുടെ കുരയിലൂടെ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ട്വിസ്റ്റ് എന്തെന്നാൽ യഥാർത്ഥത്തിൽ ട്രെയിനിങ് വേണ്ടത് നായ്ക്കൾക്കല്ല മറിച്ച് തങ്ങൾക്കാണെന്ന് അവർ വൈകാതെ തിരിച്ചറിയുന്നുണ്ട്. ചിരിയും ചിന്തയും ഉണർത്തുന്ന ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് എക്സോഗേറ്റീവ് സീസൺ 3 ആണ്. സോങ് കോവി സഹോദരിമാർ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഇവരുടെ കുറേ സിസ്റ്റർ ബോണ്ടിങ് റീൽസ് ഒക്കെ വൈറലായിട്ടുണ്ട്. കെ സ്കൂളിലെ സീനിയർ വർഷത്തിലേക്ക് കടക്കുന്ന കിറ്റി തന്റെ ഭാവിയെക്കുറിച്ചും മിൻഹോയോടുള്ള പ്രണയത്തെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ഈ ഫൈനൽ സീസൺ. എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാൻ നെറ്റ്ഫ്ലിക്സിലുണ്ട് കേട്ടോ, കാണാൻ മറക്കണ്ട. അടുത്തത് ഹൈ ടൈഡ് സീസൺ 3 ആണ്. ബെൽജിയൻ ത്രില്ലർ ആരാധകർ കാത്തിരുന്ന ഈ സീരീസ് അതിന്റെ ലാസ്റ്റ് സീസണിലേക്ക് കടക്കുകയാണ്. ചികിത്സയ്ക്ക് ശേഷം ജീവിതം തിരിച്ചു പിടിക്കാനെത്തുന്ന ലോയിസിനെ കാത്തിരിക്കുന്നത് തകർച്ചയുടെ വക്കിലെത്തിയ കുടുംബ ബിസിനസ്സും സുഹൃത്തുക്കളുടെ രഹസ്യങ്ങളുമാണ്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. സസ്പെൻസ് നിറഞ്ഞ ഈ സീരീസും നെറ്റ്ഫ്ലിക്സിലുണ്ട്, കാണാൻ മറക്കണ്ട. അവസാനത്തേത് ഹാപ്പി പട്ടേൽ ഖതർനാക് ജസൂസ് ആണ്. ആമിർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ വീർദാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സ്പൈ കോമഡി ചിത്രമാണിത്. ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജന്റുകളായ ഗേ ദമ്പതികളുടെ വളർത്തുപുത്രനായ ഹാപ്പി പട്ടേൽ തന്റെ ഇന്ത്യൻ വേരുകൾ തേടി ഗോവയിലെത്തുന്നതാണ് പ്ലോട്ട്. വ്യത്യസ്തമായ ഒരു കോമഡി അനുഭവമായിരിക്കും ഇത്. സമ്മിശ്രമായ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് കണ്ടു നോക്കൂ, ഇഷ്ടമാകും. ഇതൊക്കെ ഇതിനോടകം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതാകുമ്പോൾ മറ്റുള്ളവർ കൂടെ ഉപകാരപ്പെടുമല്ലോ. ഇതല്ലാതെ വേറെ ഏതെങ്കിലും നല്ല റിലീസുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞേക്കണേ.